രാഷ്ട്രീയ വേട്ടയാടലായി കാണുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ ഒരു ഇതുമില്ലാതെ ഒരു തെളിവുമില്ല, ഒന്നുമില്ലാണ്ട് വിട്ട കേസല്ലേ ഇതല്ല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ അത് വരിക, രാഷ്ട്രീയ വേട്ട തന്നെയാണ്, വേറെ ഒന്നല്ല, അത്രേ ഉള്ളൂ. ഇത് ഏത് തരത്തിലുള്ള ഒരു പ്രതികാര നടപടിയായിട്ടാണ് പ്രതികാരം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ സഖാവിനെ നേരിടുമ്പം പാർട്ടി എല്ലാ ശക്തിയുമായിട്ടും നേരിടും. പാർട്ടി നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നേരിടും. എന്താണ് ചേട്ടാ ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ്? രാഷ്ട്രീയ വേട്ട തന്നെയാണ്. വി.ഡി. സതീശന്റെ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വേട്ട തന്നെയാണ് ഇത്. നമ്മൾ വിടൂല. എന്നോട് തന്നെ കട്ടായോ? വിടൂല. നമ്മൾ വീടിങ്ങ ഇറക്കട്ടെ, വിടൂല. ഇത് അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പല നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ ഉയർത്തുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊക്കെ എനിക്കൊന്നും പറയാനില്ല. രാഷ്ട്രീയ വേട്ടയാടലായിട്ട് രാഷ്ട്രീയ വേട്ടയാടത്തിന് ഞാൻ ശക്തമായ പ്രതിഷേധം ഇത് ഉയർത്തും. ശക്തമായ പ്രതിഷേധം. ഇത്തരത്തിലുള്ള പ്രതികരണമാണ് പല ആളുകളും ഇവിടെ നിന്നും നടത്തുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെ നിന്നും പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി. ആർക്കെന്താ പറയുള്ളത്? വീടിനെ നമ്മൾ വിടില്ല. ഇത് രാഷ്ട്രീയപരമായ വേട്ടയാടല്ല. ഇത് പിണറായി വിജയനെ 2 വർഷത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർഷം വിടൂല. വി.ഡി. സതീശനും വിടൂല, മോദിനെയും വിടൂല, ഇ.ഡിനെയും വിടൂല. നമുക്കിതേ പറയുള്ളൂ. സത്യ വീട് എന്താ അറിയാം, ഇല്ലാതെ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ഓരോന്ന് എടുത്തിട്ട് വരിക. ഇവിടുത്തെ ജനങ്ങളുടെ ഇത് വെറും കള്ളക്കേസാണ്. ജനങ്ങൾ ആരാധിക്കുന്ന നിരവധി CPM നേതാക്കളുണ്ട്. ആ നേതാക്കളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മോഡിയുടെ നേതൃത്വത്തിലുള്ള, സതീശന്റെ നേതൃത്വത്തിലുള്ള UDF ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ്. ഈ തിരക്കഥയ്ക്ക് മുമ്പിൽ ജനങ്ങൾ ഒരു തരത്തിൽ മുട്ടുമടക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമരത്തിലുടനീളം ജനങ്ങൾ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള ഭാഷയിലുള്ള പ്രതികരണമാണ് ഇവിടെയുള്ള പല പ്രവർത്തകരും. ഇവരൊക്കെ പാർട്ടി പ്രവർത്തകരാണ്. ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഈ വീട്ടിലേക്ക് എത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിയത്. നമുക്കിപ്പോഴും ഈ ഭാഗത്ത് കാണാൻ വേണ്ടി കഴിയും. ഓരോ ആളുകളായി ഇപ്പോഴും ഈ പ്രദേശത്തേക്ക്, അതായത് പാണ്ഡ്യാലമുക്കിലെ വീട്ടിൻ്റെ പരിസരത്തേക്ക് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ എത്തുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. കൂടുതൽ പ്രവർത്തകർ ഈ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം CPMന്റെ ഭാഗത്ത് നടക്കുന്നു. 10:30 തന്നെ ഈ പിണറായി ടൗണിലേക്ക് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കും, അല്ലെങ്കിൽ ഈ